Hi friends, welcome back to another video of English Guru Campus. In this video, we are going to discuss how to perform at your best in speaking round 3 discussion. Okay, discussion like round 3 so in the previous videos we have covered round 1, round 2. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാത്രം നിങ്ങൾ റൗണ്ട് 3 കാണുക. ഇനി അതല്ല നിങ്ങൾക്ക് റൗണ്ട് 3 മാത്രമാണ് ഡൗട്ട് എങ്കിൽ ഈ വീഡിയോ മാത്രം കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഈ റൗണ്ട് 3യിൽ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും, എങ്ങനെ 7 ബാൻഡ് ഈസി ആയിട്ട് അല്ലെങ്കിൽ 8 ബാൻഡ് വരെ നമുക്ക്, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു, നമുക്ക് 9 ബാൻഡ് വരെ പെട്ടെന്ന് കിട്ടാവുന്നത് സ്പീക്കിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നോട്ടിഫിക്കേഷൻ ബെൽ പ്രസ് ചെയ്തിട്ട് വെക്കണം. ഡോണ്ട് മിസ് എനി ഓഫ് അവർ വീഡിയോസ്. നമ്മളിത് വളരെ സീരിയസ് ആയിട്ടൊരു സീരീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സമയമൊട്ടും കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് റൗണ്ട് 1ൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, റൗണ്ട് 2ൽ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, 1 മിനിറ്റ് പ്രിപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. റൗണ്ട് 3ലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എക്സാമിനർ നമുക്ക് തരിക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ്. ഓക്കെ, പ്രധാനമായിട്ടും ഇപ്പോൾ കുറേ ആളുകൾക്കുള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ റൗണ്ട് 2 റിലേറ്റഡ് ആയിട്ട് തന്നെയാണോ റൗണ്ട് 3 ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതാണ്. യെസ്, റൗണ്ട് 2ൽ നമ്മൾ ഏത് ആൻസർ ആണോ പറഞ്ഞത് അതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് സംതിങ് യു ഓൺ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യു എന്ന രീതിയിലുള്ളൊരു ചോദ്യമാണ് നമുക്ക് റൗണ്ട് 2 വന്നിരിക്കുന്നത് എങ്കിൽ നമുക്ക് ഇപ്പോൾ ബിലോങ്ങിങ്സ് അല്ലെങ്കിൽ ഷോപ്പിങ്സ്, ഇനി അതുപോലെ അഡ്വർടൈസിങ്സ്, വാല്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് റൗണ്ട് 3ൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഇനി അതല്ല നിങ്ങൾ ഹോളിഡേ ദാറ്റ് യു റിയലി എൻജോയ്ഡ് എന്ന ചോദ്യമാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ടൂറിസം അതിലുണ്ടാവും, ഹോളിഡേ ഡെസ്റ്റിനേഷൻസ് ഉണ്ടാവും, ലീഷർ ടൈം ഉണ്ടാവും, ട്രാവലിംഗ് ഉണ്ടാവും. ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് റൗണ്ട് 3ൽ. ഇനി ആൻ ഐറ്റം യു വുഡ് ലൈക്ക് ടു ബൈ എന്ന രീതിയിലുള്ള ഒരു ഒബ്ജക്റ്റ് എന്ന രീതിയിലുള്ള ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഷോപ്പിംഗ്, അഡ്വർടൈസ്മെൻറ്റ്, ഓൺലൈൻ ഷോപ്പിംഗ്, കൺസ്യൂമറിസം, മാനുഫാക്ചറിങ്, ക്ലോത്തിങ് തുടങ്ങി ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള ചോദ്യങ്ങൾ. ഇത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വെക്കുക. നിങ്ങളോട് ഏത് രീതിയിലുള്ളൊരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും സ്പീക്ക് അബൌട്ട് ദ ടോപ്പിക്സ് ഇൻ ജനറൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ റൗണ്ട് 1ൽ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോണ്ട് ടേക്ക് ദ ക്വസ്റ്റ്യൻസ് പേഴ്സണലി. നമ്മൾ അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റൗണ്ട് 2ലാണെങ്കിലോ റൗണ്ട് 1ലാണെങ്കിലോ ഏത് റൗണ്ടിൽ ചോദ്യമാണെന്നുണ്ടെങ്കിലും വി ഡോണ്ട് ഹാവ് ടു ടേക്ക് ഇറ്റ് പേഴ്സണലി, വി ഹാവ് ടു ജനറലൈസ് ഇറ്റ്. അതായത് ഇപ്പോൾ ഡിസ്ക്രൈബ് എ ഹാപ്പി മൊമെൻറ്റ് ഇൻ യുവർ ലൈഫ്. നമ്മളിങ്ങനെ ആലോചിക്കേണ്ട നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റ് ഏതാണെന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് ഏതായിരിക്കും? അയാളുടെ ബർത്ത്ഡേ ആയിരിക്കും, ഇനി അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വെഡ്ഡിങ് ആയിരിക്കും. അങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ പറയാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ത് തന്നെയാണ്, വളരെ ജനറൽ ആയിട്ട് നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. ഓക്കെ, എക്സാമ്പിൾസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ ലൈക്ക് റാദർ ദാൻ ടോക്കിംഗ് അബൌട്ട് അവർ സെൽസ്, ഇറ്റ്സ് ബെറ്റർ ടു യൂസ് സം ഫ്രേസസ് ലൈക്ക് ഇൻ മൈ കൺട്രി മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ എന്ന രീതിയിൽ. ഓക്കെ, ഞങ്ങൾ ജനറലി ഇങ്ങനെയാണ്. ഇനി അതും അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടിപ്പാണ്, നിങ്ങൾക്കിപ്പോൾ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്, വാട്ട് കൈൻഡ് ഓഫ് ഒപ്പീനിയൻ അല്ലെങ്കിൽ അഡ്വൈസസ് എന്ന രീതിയിൽ. ഫോർ എക്സാമ്പിൾ ദി എക്സാമിനർ ആസ്ക്ഡ് യു ലൈക്ക് ഇൻ യുവർ ഒപ്പീനിയൻ വാട്ട് ഷുഡ് പീപ്പിൾ ഡു ഓൺ എ ഹോളിഡേ. ഇതിന് നമ്മൾ ഇങ്ങനെ ആലോചിക്കുന്നു, ഹോളിഡേയിൽ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന രീതിയിലൊരു അഡ്വൈസാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് അതിലുള്ള ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് പേടിയാണ്. കാരണം നമ്മൾ പറയുന്നത് ശരിയാവുമോ എന്നുള്ളൊരു പേടിയാണ്. അതിന് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസാണ് ഐ തിങ്ക് എന്ന രീതിയിൽ ആൻസേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതായത് നിങ്ങളോടൊരു അഡ്വൈസ് എന്ന രീതിയിലാണ് ചോദിക്കുന്നത് എങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു സേ ലൈക്ക് ഐ തിങ്ക് പീപ്പിൾ ഷുഡ് സ്പെൻഡ് ടൈം വിത്ത് ദെയർ ഫാമിലി ആൻഡ് ദേ ഷുഡ് ഡു ദിസ്, ദാറ്റ് ഈസ് മൈ ഒപ്പീനിയൻ. ഓൾവേസ് ടെൽ ദാറ്റ് ദിസ് ഈസ് യുവർ ഒപ്പീനിയൻ. ഇനി അതും അല്ലെങ്കിൽ ഇപ്പോൾ കൺട്രി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് തിങ്കിങ് അബൌട്ട് ദിസ് ഇൻ ജനറൽ. ഇനി അതും അല്ലെങ്കിൽ ഇഫ് ഐ ടേക്ക് ഇറ്റ് ഇൻ പേഴ്സണൽ ആസ്പെക്റ്റ് എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇനി റൗണ്ട് 3ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ലിങ്കിങ് വേർഡ്സ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ. ഇപ്പോൾ ഓൾസോ എന്ന രീതിയിൽ, അല്ലെങ്കിൽ സീക്വൻസിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റാളിങ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാനത് നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു സംഭവമാണ്, വി ഹാവ് ടു ബി വില്ലിങ് ടു എക്സ്പാൻഡ് അവർ ആൻസേഴ്സ് ഓൾ ദ ടൈം. റൗണ്ട് 1, റൗണ്ട് 2 ഒക്കെ കഴിഞ്ഞിട്ട് റൗണ്ട് 3ലേക്ക് വരുന്ന സമയത്ത് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ദാറ്റ് യു ഹാവ് ടു എക്സ്പാൻഡ് യുവർ ആൻസേഴ്സ്. ഓൾവേസ് 2 to 3 സെൻറ്റൻസസ് മാത്രമല്ല, 6 to 7 സെൻറ്റൻസസ് മിനിമം നിങ്ങൾ പറഞ്ഞിരിക്കണം. ഓക്കെ, അതിനുള്ള ഒരു വില്ലിങ് നമുക്കുണ്ടായിരിക്കുകയും ചെയ്യണം. കുറച്ച് പോയിന്റ്സ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരാം. എക്സ്പ്രസിങ് യുവർ ഒപ്പീനിയൻ. ഓക്കെ, ദാറ്റ്സ് ഫസ്റ്റ് വൺ. അഗ്രീയിങ് ഓർ ഡിസഗ്രീയിങ് with something. We can agree or disagree, no problem. Okay, അത് സെൻസിബിൾ ആയിരിക്കുമോ സെൻസ്ലെസ് ആയിരിക്കുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഓർ ലുക്കിംഗ് അറ്റ് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഫാക്ടർ, അതും നമുക്ക് അലൗഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇനി ഗിവൻ റീസൺസ് ഫോർ യുവർ ഒപ്പീനിയൻ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ദെൻ ഗിവിങ് സം എക്സാമ്പിൾസ് ടു സപ്പോർട്ട് യുവർ ഒപ്പീനിയൻ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഓർ ഡിസ്ക്രൈബിങ് ദ സിറ്റുവേഷൻ ഇൻ യുവർ കൺട്രി, ജനറലൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിങ്കിങ് അബൌട്ട് ദ ഫ്യൂച്ചർ, ഓക്കെ, ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, ദെൻ അസസിങ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സംതിങ്, ഓർ ആസ്കിങ് ദി എക്സാമിനർ ഫോർ ക്ലാരിഫിക്കേഷൻ ഓർ ടു എക്സ്പ്ലെയിൻ സംതിങ്. നമ്മൾ നമ്മുടെ ആൻസർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും, അല്ലെങ്കിൽ നമ്മൾ ആൻസർ ക്വസ്റ്റ്യൻ കേൾക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല എങ്കിൽ യു ഹാവ് ടു ആസ്ക് ഫോർ എ ക്ലാരിഫിക്കേഷൻ. ഇനി പെർട്ടിക്കുലർ വേർഡ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങൾ ക്ലാരിഫിക്കേഷൻ ചോദിക്കണം. അതായത് ചോദിക്കുന്ന രീതിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വാട്ട് ഈസ് ദാറ്റ് എന്ന രീതിയിൽ ചോദിക്കരുത്, പ്ലീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് പൊളൈറ്റായിട്ട് ക്യാൻ യു പ്ലീസ് ടെൽ മീ വാട്ട് യു മീൻ ബൈ ദിസ് വേർഡ്, ഓർ ക്യാൻ യു പ്ലീസ് ടെൽ മീ വാട്ട് യു മീൻ ബൈ ദിസ് ക്വസ്റ്റ്യൻ, ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാം. അങ്ങനെയാകുമ്പോൾ എക്സാമിനർ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ അബൌട്ട് ടു ഗിവ് എ ജെന്യുയിൻ റിപ്ലൈ. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വളരെ ജെന്യുവൻ ആയിട്ടൊരു നാച്ചുറലായിട്ട് നമുക്ക് എക്സാമിനർക്ക് ഒരു ഇംപ്രഷൻ കൊടുക്കാൻ പറ്റും. യു ക്യാൻ സജസ്റ്റ് സൊല്യൂഷൻസ് ഓർ കമ്പയറിങ് ആൻഡ് കോൺട്രാസ്റ്റിംഗ് ഓർ ആസ്കിങ് ദി എക്സാമിനർ ഫോർ ക്ലാരിഫിക്കേഷൻ. ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതുവഴി നമുക്ക് നമ്മുടെ ആൻസർ വളരെ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി അടുത്ത പോയിൻ്റാണ് യൂസ് എ വൈഡർ റേഞ്ച് ഓഫ് ഗ്രാമർ. ഓക്കെ, ഈ ഗ്രാമർ എന്ന് പറയുന്നത്, അതാണ് ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഞാൻ റൗണ്ട് 2-ൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൗ ടു പ്രിപ്പയർ വിത്തിൻ 1 minute എന്നുള്ളത്. ഇനി അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ റൗണ്ട് 3-ൽ നമുക്ക് ചെയ്യാവുന്നത്. അതാണ് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നുള്ളത് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അധികം പോയിന്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇഫ് ഇറ്റ് ഈസ് എസ്പെഷ്യലി റിലേറ്റഡ് ടു അവർ കൺട്രി, ദെൻ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു സേ വാട്ട് is the current situation of our country and what was the situation in the past and what will be the സിറ്റുവേഷൻ ഓഫ് ദ കൺട്രി ഇൻ ദ ഫ്യൂച്ചർ എന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് വൊക്കാബുലറി നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുകയൊന്നും വേണ്ട. ഈ ഒരു രീതിയിൽ തന്നെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി അടുത്ത ഒരു സംഭവമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് ഈ യൂട്യൂബിൽ നമുക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും. ഇപ്പോൾ ബാൻഡ് 9 കിട്ടുന്ന ഒരു സ്പീച്ച്, അല്ലെങ്കിൽ ബാൻഡ് 7 കിട്ടുന്ന ഒരു സ്പീച്ച് എന്ന രീതിയിൽ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു വാച്ച് എ വീഡിയോ വെർ ദർ ഈസ് എ ബാൻഡ് 9 പെർഫോമൻസ്. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് നമ്മൾ കൂളായിട്ട്, നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട്, സ്ട്രെസ് ഒന്നും ഇല്ലാണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ഈവൻ വിത്തൗട്ട് യൂസിങ് എനി കൈൻഡ് ഓഫ് വൈഡർ റേഞ്ച് ഓർ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ഫ്രേസസ് ആൻഡ് ഓൾ, we can hit 9 band very easily. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു വാച്ച് സം ഓഫ് ദ ട്രയൽ വീഡിയോസ്. അത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു വാച്ച് ദോസ് പെർഫോമൻസസ്. അതിൽ എല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചിലതെല്ലാം വളരെ കൺവിൻസിങ് ആണ്. 9 band അല്ലെങ്കിൽ 8 band തന്നെ നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്,
പ്രാക്ടീസ്, പ്ലീസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. പ്രധാനമായിട്ട് നമുക്ക് ജനറലൈസ് ചെയ്യാനുള്ള പ്രാക്ടീസാണ് വേണ്ടത്. നമ്മുടെ IELTS ഓൺലൈൻ കോഴ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ റൗണ്ട് 3യിൽ ജനറലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, യു ക്യാൻ കോൺടാക്ട് മീ, നോ പ്രോബ്ലം, ഫോർ IELTS, and I'll try my level best. You can have a demo session and I'll tell you what are the things that you can do to hit 9 band, and yes, obviously, okay, I can help you. So ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, റിപ്പീറ്റ് ചെയ്യുക. ഒരു ക്യൂ കാർഡ് ഇപ്പോൾ റൗണ്ട് 2ൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ക്യൂ കാർഡ് തന്നെ 6 to 7 ടൈംസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. റൗണ്ട് 3ലാണെന്നുണ്ടെങ്കിൽ സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി അതല്ലെങ്കിൽ ക്യൂ കാർഡിൽ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സെക്ടർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നിങ്ങൾ തേടി പിടിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യമാണ് റൗണ്ട് 3ൽ നമുക്ക് പറയാനുള്ളത്. ഇനി കൂടുതലും പ്രാക്ടീസ് കൊണ്ടാണ് ആവശ്യം. ഇനി എന്തെങ്കിലും രീതിയിലുള്ള നല്ല പോയിന്റ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ യെസ്, ഡെഫിനറ്റ്ലി ഐ വിൽ കം ബാക്ക്, ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് കമൻറ്റ് and I'll try to reply you. I'll see you in the next video.